കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ 4-അംഗ ഉപസമിതി രൂപീകരിച്ചു. സമിതി രൂപീകരണം തൃശൂർ DCC ഓഫീസിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലായിരുന്നു. കെ സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, MM ഹസൻ എന്നിവർ ഉൾപ്പെടുന്നതാണ് സമിതി. തിയോഫിൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, സീറ്റ് വിഭജനം വലിയ പ്രതിസന്ധിയായി കോൺഗ്രസിന്റെ മുന്നിൽ, UDFന്റെ മുന്നിൽ നിൽക്കവെയാണ് ഇങ്ങനെയൊരു സമിതിയുടെ രൂപീകരണം. വിവരങ്ങൾ എന്തൊക്കെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രയാസം നേരിട്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും ചിലയിടത്തിന്റെ നേതാക്കളുടെ നോമിനികൾ സ്ഥാനാർത്ഥികളായി വരുന്നു, അല്ലെങ്കിൽ ആദ്യം വരുന്ന ആ ലിസ്റ്റ് മറികടന്ന് ഹൈക്കമാൻഡിൽ നിന്ന് പുതിയ ലിസ്റ്റ് നിർദ്ദേശിക്കുകയും അങ്ങനെ വേറെ സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതികൾ ഒഴിവാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ തൃശൂർ DCC ഓഫീസ് ഹാളിൽ ചേർന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആദ്യ യോഗം എന്ന് തന്നെ പറയാം. ആ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തത് ഒരു സമിതി, 4-അംഗ ഉപസമിതിയെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സുധാകരൻ, VD സതീശൻ, MM ഹസൻ, രമേശ് ചെന്നിത്തല, ഈ 4 പേരുടെ നേതൃത്വത്തിൽ 4 പേർ ഉൾപ്പെടുന്ന ഒരു സമിതിക്കാണ് ഇതിനൊരു ചുമതല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം, ആരെയാകണം മത്സരിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ചുമതല, അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, AICC നിർദ്ദേശം സിറ്റിംഗ് എംപിമാരെ പരമാവധി മത്സരിപ്പിക്കുക എന്നൊരു. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടുന്ന 4-അംഗ സമിതിയാകും തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക.